ഹായ് ഹലോ. ആകെ ബോറടി. കലങ്കോലായി കിടക്കുക. ആരാന്നറിയോ? ഞാൻ തന്നെ കേട്ടോ. ബോറടി എന്താ വെച്ചാൽ 2 ദിവസം പിള്ളേർ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ക്ലാസ്സിൽ പോയപ്പോൾ ഒറ്റപ്പെട്ടൊരു ഫീലിങ്. എഴുന്നേൽക്കാനും മടിയാവുക, ഭക്ഷണം കഴിക്കാനും മടിയാവുക. അപ്പം ഞാനൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാനിപ്പം അരുണിനെക്കുറിച്ച് 1-2 ആൾക്കാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അതിങ്ങനെ കമൻ്റ് എടുത്ത് നോക്കിയ സമയത്ത് ഒരു ചേച്ചി, തൃശ്ശൂർക്കാർ ബുള്ളറ്റ് റാണി എന്നൊക്കെ അറിയപ്പെടും. ബുള്ളറ്റ്, നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കല്ലേ. അപ്പോൾ ചേച്ചി ഒരു കമൻറ്റ് ഇട്ടാണ്ട്. അപ്പോൾ ചേച്ചിക്കൊരു അക്കൗണ്ട്, ഞാനതെടുത്ത് നോക്കി ഗൈസ്. അതിൽ എന്നെക്കുറിച്ചൊരു വീഡിയോ, ഞാൻ ഗുളിക കുടിച്ചിട്ട് തടിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ അമ്മച്ചി പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഓള് മാത്രമല്ല, ഞങ്ങളൊക്കെ ഗുളിക കുടിച്ചാൽ തടിക്കും. ഇതെന്തോ വലിയ കാര്യമായിട്ട് എടുക്കുക. എൻ്റെ പൊന്നാരതല്ലേ, ഞാനത് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. ഞാൻ ഓരോ ദിവസം കഴിയും തോറും തടിച്ച് വരുന്നുണ്ട്. മൈഗ്രൈൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടേ. അപ്പോൾ ഓള് പറയുന്നത് എന്താ വെച്ചാൽ, നീ മാത്രമല്ല, ഞങ്ങളും ഗുളിക കുടിച്ചാൽ തടിക്കും, ഞങ്ങൾക്കും ഗുളിക കുടിച്ചാൽ ഉറക്കം വരും, ഞങ്ങളും തിന്നാൽ തടിക്കും. എന്തൊക്കെയാണ് ഗൈസ് പറയുന്നത്? എൻ്റെ ബുള്ളറ്റ് റാണിയെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ തടി, എൻ്റെ വെയിറ്റ് 55 കിലോ ഉള്ളത് ഞാൻ 63-ലേക്കായപ്പം കുറച്ചൊന്ന് സന്തോഷിച്ചു. കാരണം ഒരു കാലത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു തടിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോഴും എൻ്റെ തടി ഞാൻ എന്താ പറയുക, സന്തോഷവതിയാട്ടോ എൻ്റെ തടിയിൽ. കാരണം എന്താ വെച്ചാൽ ഒരു കാലത്ത് ഞാൻ കുറേ മരുന്നും ഗുളികയൊക്കെ കുടിക്കാൻ നോക്കിയിട്ടുണ്ട്. മറ്റേ പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളും, കറിക്കിടകായാലും മരുന്ന് കഴിക്കുക, അങ്ങനത്തൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം കുറച്ചൊന്ന് തടി വെക്കാൻ വേണ്ടിയിട്ട്. അത്രമേൽ അസ്ഥികൂടമാണ് എന്ന് തന്നെ പറയാം. അത്രമേൽ എന്നെ കാണാൻ കൊള്ളില്ലായിരുന്നു. എവിടെ ചെന്നാലും അവൻ്റെ ജസ്സിയെ ഇങ്ങോട്ട് അങ്ങനെ മെലിഞ്ഞു പോണെന്ന് ചോദിക്കുമ്പം, എൻ്റെ പൊന്നാര മക്കളെ, എനിക്കുണ്ടാവുന്നൊരു വിഷമം. അപ്പം ഞാൻ കുറേ പ്രോട്ടീൻ പൗഡറൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒന്ന് തടിച്ച് വരാൻ വേണ്ടിയിട്ട്. എന്തോരം ഫ്രൂട്ട്സൊക്കെ കഴിച്ചതാ. അന്നേ ഈ മൈഗ്രെയിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതിയായിരുന്നേ. അപ്പം 55 എന്നുള്ളത് 63 ഒരു അഹങ്കാരമൊക്കെ വന്നിട്ടുണ്ടായി. അതിപ്പോൾ 73. ഇപ്പം ആർക്കാ അഹങ്കാരം വരുന്നതെന്നറിയോ? എൻ്റെ കെട്ടിയോനും മക്കൾക്കും. കെട്ടിയോൻ അനങ്ങിയാൽ ഞാൻ തടിച്ച് ജെസ്സിയെ നടക്കാൻ പോണം കേട്ടോ, ജെസ്സിയെ എക്സസൈസ് ചെയ്യണം കേട്ടോ. ഇപ്പുറത്തുനിന്ന് മോന്, ഉമ്മ വെയിറ്റ് കൂടുന്നുണ്ട് കേട്ടോ, നമുക്ക് നടക്കാൻ പോണ്ടേ, എക്സസൈസ് ചെയ്യണ്ടേ. ഇവന് യൂട്യൂബിൻ്റെ അകത്തും ഒക്കെ സെർച്ച് ചെയ്തിട്ട് എൻ്റെ വെയിറ്റും ഹൈറ്റൊക്കെ നോക്കിയിട്ട്, ഇമ്മ അങ്ങനെ ചെയ്യുമ്മ, ഇമ്മ ഇങ്ങനെ ചെയ്യുമ്മ. എനിക്കൊരു ബ്രദറുണ്ട്, അവൻ വിളിക്കും, ജെസ്സിയെ ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല കേട്ടോ, ജിമ്മിൽ പോകണം കേട്ടോ. ഇപ്പം എൻ്റെ തടി എല്ലാവർക്കും ഒരു പ്രശ്നം, വീട്ടിൽ കയറി ചെല്ലാൻ പറ്റൂല. ഉമ്മ പറയുന്നത് എന്താ, നീ എല്ലാം കൂടി ഒരു വട്ടുരുണി ആയിക്കല്ലോ, തടിയൊന്ന് കുറയ്ക്കണേ. ഇപ്പം എങ്ങനെ കിടക്കുന്നത്? പണ്ടൊരു കാലത്ത് എല്ലാവരും ജെസ്സിയെ ഇജ്ജെന്താ അങ്ങനെ മെലിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് എന്താ വെച്ചാൽ, മോളെങ്ങിതെങ്ങോട്ടാ തടിച്ച് പോണത്. അങ്ങനെയാണ് സംഭവം. ഒറ്റ ഡ്രസ്സും പറ്റുന്നില്ല. ആഴ്ചക്കാഴ്ചക്ക് ഡ്രസ്സ് വാങ്ങേണ്ട ഒരവസ്ഥ. കാരണം ഒന്നും പറ്റുന്നില്ല, ഒക്കെ മൂലയിൽ ഇവിടെ കിടക്കുക. അങ്ങനെ നമ്മുടെ ബുള്ളറ്റ് റാണീനെ പറ്റി. അപ്പോൾ ബുള്ളറ്റ് റാണി തംബ്ലൈന് കൊടുത്തേക്ക്, ജെസ്സിനെ മാത്രമല്ല ഞങ്ങളും ഗുളിക കുടിച്ചാൽ തടിക്കും. ഓള് ആസ്മ വന്നിട്ട് 9-ാം വയസ്സിലെങ്ങാൻ ഗുളിക കുടിക്കുന്നുണ്ടോ അല്ലേ. അതിന് ഞാനെന്താക്കണോ? വല്ലാത്തൊരു കഷ്ടം തന്നെ ഈ പെൺപിള്ളേരുടെ ഒരു കാര്യം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ മക്കൾക്കൊരു ദിവസം ചെമ്മീൻ വേണമെന്ന് പറഞ്ഞു. പിള്ളേർ പറഞ്ഞതല്ലേ,
നമുക്ക് മേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ അവർക്കല്ലാണ്ട് നമുക്ക് ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കാം. അപ്പം ഞാൻ പറഞ്ഞ 1 കിലോ ചിമ്മീറിന് 700 റുപ്യാന്ന്. അതേ അതിൻ്റെതായ ഒരു പെണ്ണ് കമൻറ്റ് വന്നിട്ട് ഞാൻ അങ്ങ് സൗദി അറേബ്യയിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ്. ഇവിടെ നാട്ടിൽ 700 രൂപ കൊടുത്തിട്ടില്ല ഇവിടെയും ചെമ്മീൻ കിട്ടുകയെന്ന്. ഇവളുടെ വിചാരം ഞാനിത് പൊങ്ങച്ചടിച്ചാന്ന്. ഒരു സാധാരണക്കാരനായ മനുഷ്യന് ഇത്രയും പൈസ ഒരു നേരത്തെ ഫുഡിന് മുടക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതന്നപ്പോഴേക്ക് ആ പെണ്ണുങ്ങൾ പൊങ്ങച്ചാക്കി എടുത്തിട്ട്. ഈ പെണ്ണുങ്ങളെന്ന് പറയുന്ന വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. എന്തായാലും എൻ്റെ ബുള്ളറ്റ് റാണി എൻ്റെ വീഡിയോ ഞാനിപ്പോഴാണ് കണ്ടത്. എന്താ അല്ലേ പറയാം, ഇവക്ക് മാത്രമേ ഡോക്ടറെ അടുത്ത് പോകുന്നുള്ളൂ, ഇവള് മാത്രമേ മരുന്ന് കുടിക്കുന്നുള്ളൂ, ഇവള് മാത്രമേ എന്താക്കാനാ മോളെ കഷ്ടകാലം എന്ന് പറയുക. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ മൈഗ്രെയിൻ നീ എടുത്തോ, എനിക്ക് മാണ്ടാഞ്ഞിട്ട. ഞാൻ മൈഗ്രെയിൻ ഉണ്ടായിട്ടല്ലേ ഗുളിക ഓടിച്ച് തടിക്കുന്നത്. ഇപ്പം ഞാൻ ഒന്ന് ഒതുങ്ങിക്കിട്ടോ, കാരണം ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യലൊടുങ്ങി. ഡോക്ടർ എനിക്ക് ഗുളിക തന്നപ്പോൾ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് വിശപ്പുണ്ടാവും, അത് പൊതുവേ സ്ത്രീകളിൽ വരാറില്ല, പക്ഷേ പുരുഷന്മാരിലാണ് വിശപ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന്. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ എന്നെയും കൂടി കൂട്ടിയിട്ടാന്ന് തോന്നുന്നു. പണ്ടേ വീട്ടുകാർ പറയാം ഇവളൊരാൺകുട്ടിയാണെന്ന്. അതുകൊണ്ട് വിശപ്പ് ആവശ്യത്തിലധികം ഉണ്ട്. 2ാമത്തെ കാര്യം ഉറക്കത്ത് വർത്താനം പറയുന്ന. എൻ്റെ മോൻ പല പ്രാവശ്യം എന്നോട് കളിയാക്കും, ഉമ്മ നിങ്ങളിതെന്തേത്തമ്മ പറയുന്നത്, നിങ്ങളെന്തേത്തമ്മ എന്നാണ് പറഞ്ഞത്. അതും പറഞ്ഞ് അവൻ കളിയാക്കും. കാരണം ഓനും എൻ്റെ മാതിരിയാ, ഉറക്കില്ലാത്തൊരു ജീവിയാണ്. അപ്പോൾ ഓനിങ്ങനെ ഞാൻ കളിയാക്കും, ഉമ്മ ഉറക്കത്ത് അങ്ങനെ പറഞ്ഞീനു, ഉമ്മ ഉറക്കത്ത് ഇങ്ങനെ പറഞ്ഞീനൊന്നും പറഞ്ഞിട്ട്. എൻ്റെ ബുള്ളറ്റ് റാണിയെ നമ്മൾ പൊങ്ങച്ചം കാണിച്ചതല്ല ബുള്ളറ്റ് റാണി, നമ്മുടെ അവസ്ഥ പറഞ്ഞതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ അടുത്ത് പോയപ്പം ഒന്ന് വെയിറ്റ് നോക്കിയപ്പോൾ 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. ആ 2 കിലോ എനിക്ക് 20 കിലോ കുറഞ്ഞതിൻ്റെ മാതിരിയാണ്. പക്ഷേ ഈ ഒരു തടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വിചാരം. കൂടുതലായിട്ട് തടിക്കുകയും വേണ്ട, കൂടുതലായിട്ട് മെലിയുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ കെട്ടിയൊരു മക്കളും സമ്മതിക്കാത്തത്. ഇവർക്ക് എന്തിൻ്റെ കുരുവാണെന്നാണ് ഞാൻ നോക്കുന്നത്. മോന് പ്രത്യേകിച്ച് ഉമ്മ വെയിറ്റ് കൂടുന്നേ. അങ്ങനെയാണ്. ഏതായാലും പൊങ്ങച്ചൻ പറഞ്ഞ ബുള്ളറ്റ് റാണിനോട് ഇതൊരവസ്ഥയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അനക്കൊക്കെ ഒരു അക്കൗണ്ട് ഉണ്ടായിട്ട് 74 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ചിന്ന പരദൂഷണം പറയാൻ വന്നാൽ എൻ്റെ അടുത്ത് എത്തൂല ബുള്ളറ്റ് റാണിയേ. ടാറ്റാ.